അടിപൊളി പടം. അതായത് ഗൗതം മേനോൻ ഡയറക്ടറുടെ സ്റ്റാൻഡേർഡ്നെസ് ഈ പടത്തിൽ ഉടനീളം ഓരോ കട്ടിങ്സും. ഇപ്പൊ ഉള്ളി ഒരുപാട് ചിത്രങ്ങൾ തമിഴ് ഡയറക്ട് ചെയ്തിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. പോലെ വേട്ടയാട് പോലെ എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. മലയാളത്തിലും നമ്മൾ സ്വന്തം മുഖെ വെച്ച് ആദ്യം ചെയ്ത പടം ഇത്. ഒരു അടിപ്പടം ഒന്നുമില്ല, പക്ഷെ പടത്തിൽ എല്ലാം ഉണ്ട്. തമാശയുണ്ട്, അടിയുണ്ട്. നന്നായിട്ട് വളരെ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. അത് ഓരോ കട്ടിങ്സും കണ്ടാൽ അറിയാം അതിന്റെ സ്റ്റാൻഡേർഡ്നെസ് പടത്തിനുണ്ട്. ടെക്നിക്കൽ സൈഡ് ഭയങ്കര അടിപൊളി. എഡിറ്റിങ്, ക്യാമറ എല്ലാം വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മുഖ തകർത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ മമ്മൂട്ടിയുടെ ലുക്ക് അപാരമാണ്. ഈ ഒരു പ്രായത്തിൽ കൂടി എങ്ങനെ ഇരിക്കുന്ന ഒരു സംഭവമുണ്ട്. അടിപൊളി, ടോട്ടലി അടിപൊളി എക്സ്പീരിയൻസ്. ഒന്നുകൂടെ ഒന്ന് കണ്ടാലും കുഴപ്പമില്ല. നല്ല രീതിയിൽ മമ്മൂട്ടിയുടെ ഒരു അടിപൊളി പടം തന്നെയാണ്. മമ്മൂട്ടിയുടെ സ്റ്റാർ വാല്യൂ മാത്രമല്ല, പക്ഷെ അതിനെക്കാട്ടിലും ആ പടത്തിന്റെ സ്ക്രിപ്റ്റും നല്ല സ്ട്രോങ് ആണ്. നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. ഒരു മോഡേൺ ടൈമിലൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് ത്രില്ലറൊക്കെ അടുത്ത് ഇറങ്ങിയല്ലോ, പക്ഷെ അതിനെക്കാട്ടി കൂടുതലായിട്ട് നമ്മൾ എന്താ പറയുക, കോമഡി എലമെന്റ് കൂടെ ഉണ്ട്. കണ്ടിരിക്കാനാണെങ്കിൽ ബോറടിക്കത്തില്ല. ക്ലൈമാക്സ് നല്ല സർപ്രൈസിംഗ് ആണ്. അതുപോലെ തന്നെ എന്താ പറയുക, അത്ര ഷോക്കിംഗ് ഒന്നും അല്ല, പക്ഷെ ഒരു കോമഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു ആംഗിളാണ്. ശരി, താങ്ക് യു. നമ്മൾ ട്രെയിലറിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും, നമുക്കറിയാം ഈ ഒരു ക്യാരക്ടർ എങ്ങനെയായിരിക്കും. നമുക്ക് അങ്ങനത്തെ രീതിയിലുള്ള ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു നേച്ചറാണ് പുള്ളി ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അത് വളരെ മനോഹരമായിട്ട് തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ അതിൽ കോമഡികളെല്ലാം, അതായത് അദ്ദേഹത്തിന്റെ ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റിയുള്ള കുറെ തമാശകളും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ സിനിമയിൽ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ഇതൊരു കേസ് അന്വേഷണം അങ്ങനത്തെ രീതിയിൽ നമുക്ക് ഒരു സസ്പെൻസ് ത്രില്ലർ എന്ന് ആ ഒരു ജോണറിൽ പെടുത്താൻ പറ്റുന്ന ഒരു സിനിമയാണ്. അപ്പൊ നമ്മളിപ്പോ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഒത്തിരി ഡയറക്ടേഴ്സ് ഇപ്പൊ വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മളിപ്പം ശങ്കറാണ് അല്ലെങ്കിൽ ഇതാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇപ്പോഴത്തെ യങ് ഡയറക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ചടപടയെന്ന് അവർ നല്ല, കാരണം ആദ്യത്തെ സിനിമകളുകൊണ്ട് ആൾക്കാരോട് ഞെട്ടിക്കുന്നുണ്ട്. അപ്പൊ നമുക്കിപ്പം പുള്ളിക്കാരൻ ആ ഒരു ഇത് അത് മാറ്റി വെച്ചിട്ട് ഇങ്ങനെ, കാരണം നമുക്കിപ്പം ആരായിരുന്നു ഇതിനു മുമ്പ് ആരായിരുന്നു എന്നുള്ളതിന് ഇപ്പൊ ഇവിടെ പ്രസക്തി അത്രത്തോളം ഉണ്ടെന്ന് തോന്നുന്നില്ല. പുള്ളിക്കാരൻ്റെ കാരണം നമ്മൾ ഇന്ന് കാണുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള യങ് ഡയറക്ടേഴ്സിന്റെ ഒരു വർക്കെല്ലാം കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം ജസ്റ്റ് ആ ഒരു ഗണത്തിൽ പെടുത്താൻ പറ്റുന്ന അങ്ങനത്തെ ആയിട്ട് എനിക്ക് തോന്നിയില്ല. അല്ലെങ്കിൽ പുള്ളിയുടെ എന്തോ ഒരു സ്പെഷ്യൽ എന്തെങ്കിലും അങ്ങനെ ഒന്നും പറയാനായിട്ട് എനിക്കൊന്നും തോന്നിയില്ല. ജസ്റ്റ് ഒരു യൂഷ്വൽ ഒരു സിനിമ. സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ എൻഗേജിങ് ആയിരുന്നു. ബോറടി കാര്യങ്ങളൊന്നും കുറച്ച് നാൾക്ക് ശേഷം നല്ല സിനിമ കണ്ട ഫീൽ. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണാം. മമ്മൂട്ടി എല്ലാവരും അടിപൊളിയായിരുന്നു. ഞാൻ ആക്ച്വലി സാധാരണ നമ്മള് ട്രെയിലർ കണ്ടിട്ട് ഒന്ന് വിഷമിച്ചാണ് തിരിച്ചു പോണത്. കുറച്ച് മൂവീസായിട്ട് അങ്ങനെയാണ്, പക്ഷെ ഇത് കണ്ടിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പതിഞ്ഞ താളത്തിൽ പോകുന്ന വർക്കാണ്, എന്നാലും നമുക്ക് സാറ്റിസ്ഫൈഡ് ആണ്. നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണ്. പിന്നെ ഇതുവരെ മമ്മൂക്ക കമ്പനീസിൽ നിന്ന് വന്നതിൽ എനിക്ക് ടെർബോ അത്ര ആ ഒരു ടൈം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല, നമുക്ക് ഒരു കണ്ടിരിക്കാം എന്നുള്ളേ ഉള്ളൂ. ക്ലൈമാക്സ് അടുപ്പിച്ച് വരുന്ന ഒരു സീക്വലൊക്കെ ഞാൻ മുമ്പ് ഒരു പടം കണ്ടതിന്റെ ഒരു കോപ്പി അതുപോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല, ആസ് യൂഷ്വൽ മമ്മൂക്ക നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗൗതം മേനോന്റെ ആദ്യത്തെ മലയാള പടമെന്ന് തന്നെ കുറച്ച് ഡിഫക്ട്സ് ഉണ്ട് പടത്തിന്റെ അകത്ത്. കുറ്റപ്പെടുന്നതല്ല, പക്ഷെ എന്നാലും ഒരു ഓക്കെ നമുക്ക് കണ്ടിരിക്കാം. പക്ഷെ വലിയ ഹാപ്പി ആയിട്ട് ഇറങ്ങാൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല, വലിയ സുഖവും എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയ വൺ ടൈം വാച്ചബിൾ മൂവി ആയിട്ട് ഡൊമിനിക്ക് നമുക്ക് കൂട്ടാം. കട്ട ലാലേട്ടൻ ഫാനാണ്. ഈ ഒരു പടം കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. കാരണം ഒരു കുറെ നാളിന് ശേഷം മമ്മൂക്കയുടെ ഒരു ത്രില്ലർ, പ്രത്യേകിച്ച് ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആയിട്ടാണ് പുള്ളി ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഓരോ മിനിറ്റിൽ നമ്മൾ ഇങ്ങനെ അടുത്തെന്ത് ആരായിരിക്കും എന്നുള്ള ആ ഒരു ഇത് പിടിച്ചെടുത്തിക്കൊണ്ട് തന്നെ എനിക്ക് ഗൗതം വാസുദേവൻ ആദ്യമായിട്ട് എനിക്ക് ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ഇങ്ങനെ ഫുൾ ടൈം ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചെയ്യുന്ന ഗംഭീര പടം. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിന് അപ്പുറമാണ് ക്ലൈമാക്സ്. നമ്മളിങ്ങനെ എക്സ്പെക്ട് ചെയ്യും ഇതായിരിക്കും, പക്ഷെ നമ്മളെ ലാസ്റ്റ് മിനിറ്റിൽ ആ ക്ലൈമാക്സ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതുവരെ ആരും പറഞ്ഞിട്ടുള്ള ഒരു ക്ലൈമാക്സ്, വളരെ രസകരമായിട്ടുള്ള ഒരു ക്ലൈമാക്സ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇതിനകത്തൊരു ഏറ്റവും രസകരമായിട്ട് തോന്നുന്നത് ഇവര് സത്യം പറഞ്ഞാൽ ഗൂഗിളും മമ്മൂക്കയായിട്ടുള്ള നല്ല കെമിസ്ട്രി ഉണ്ട്. ആ ഒരു കെമിസ്ട്രി നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് മിനിറ്റ് വരെ സെയിം ഇമ്പോർട്ടൻസ് ഗൂഗിളിലും കൊടുത്തിട്ടുണ്ട്. ഗോകുലിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഈ മൂവി ചെയ്തിരിക്കുന്നത്. വളരെ രസകരമായിട്ടുള്ള പടമാണ്. കാരണം ഇതിന് ക്ലൈമാക്സിൽ തന്നെ ഒരു നമ്മളെ മുൾമുനയിൽ കൊണ്ട് നിർത്തിയിട്ടാണ് ആ സാധനം എൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഉറപ്പായിട്ട് ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. രണ്ടാമത് ഈ ഒരു ക്യാരക്ടർ ഡൊമിനിക് എന്ന് പറയുന്ന ക്യാരക്ടർ നമ്മൾ വീണ്ടും കാണാൻ, വെള്ളിത്തിരയിൽ കാണാൻ ആഗ്രഹിക്കും. ത്രില്ലറാണ്, പക്ക ത്രില്ലറാണ്. ത്രില്ലർ ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ടും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും പടം. ഞാനൊരു ത്രില്ലർ ലവറാണ്. പടം ഗംഭീരമായിട്ടൊരു സസ്പെൻസ് ത്രില്ലറാണ്. ഫാമിലിക്ക് ഉറപ്പായിട്ടും, ഫാമിലി ഇപ്പൊ സസ്പെൻസ് ത്രില്ലർ എന്ന് പറയുമ്പോൾ ഫാമിലിക്ക് പറ്റുന്ന ഇപ്പൊ CBI അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഫാമിലിക്ക് പറ്റിയ പടമാണ്. ഇതൊരു വെറൈറ്റി സിനിമ. ആദ്യം ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത്
ഒരു നല്ല ഹ്യൂമർ രീതിയിൽ പോകുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ്. സെക്കൻഡ് ഹാഫ് വളരെ അത് ഒരു ഗൗരവത്തിലേക്ക് വരികയും സിനിമയുടെ ക്ലൈമാക്സ് ഒരു പക്ഷേ ഒരു പ്രേക്ഷകനും കണ്ടെത്താത്ത രീതിയിലുള്ള ഒരു ക്ലൈമാക്സ് ആണ് ഈ സിനിമയ്ക്ക് നൽകിയിട്ടുള്ളത്. ഒരു പക്ഷേ 2025 മമ്മൂക്ക ഗൗതം മേനോന്റെ ഈ മൂവി 2025 എല്ലാതരം പ്രേക്ഷകരെയും ആകർഷിക്കുന്ന ഒരു ചിത്രമായിരിക്കും. അതിനകത്ത് മമ്മൂക്കൊപ്പം തന്നെ ഗോകുൽ സുരേഷ് മുഴുനീളമായ ഈ സിനിമയിൽ ഗോകുൽ സുരേഷ് ഉണ്ട്. ഗോകുൽ സുരേഷും വളരെ നല്ലൊരു കഥാപാത്രം തന്നെയാണ്. ഒരു പക്ഷേ എല്ലാതരം മലയാളികൾക്കും എല്ലാതരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. എന്തൊക്കെയായിരുന്നാലും മലയാളത്തിലെ ഒരു ഹിറ്റ് സിനിമ പ്രതീക്ഷിക്കാം. മലയാളികൾക്ക് ഒരുപാട് നല്ല സിനിമ, ചിന്തിക്കേണ്ട സിനിമകൾ നൽകിയ ഒരു കമ്പനിയാണ് മമ്മൂട്ടി സിനിമ. മമ്മൂട്ടി അന്നും ഇന്നും മമ്മൂട്ടി തന്നെയാണ്. പകരം വെക്കാൻ ആരുമില്ലാത്ത ഒരു മമ്മൂട്ടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സിനിമ കഴിയുന്തോറും മമ്മൂട്ടിയുടെ പുതിയ 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 കാര്യങ്ങളാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. പഴയതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പുതിയ മമ്മൂട്ടിയെ കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് 74-ാം വയസ്സിൽ അദ്ദേഹം തുടരുകയാണ്. മമ്മൂട്ടിയുടെ ജൈത്രയാത്ര വീണ്ടും തുടരുകയാണ്. ആർക്കും പകരം തോന്നിയിട്ട് കാര്യമില്ല. ന്യൂ ജനറേഷൻ ആയാലും ഓൾഡ് ജനറേഷൻ ആയാലും ആർക്കും പകരം തോന്നിയിട്ട് കാര്യമില്ല. മമ്മൂട്ടിക്ക് പകരം മമ്മൂട്ടി മാത്രം. മമ്മൂട്ടിയെ ഇനി മറ്റൊരാൾക്ക് മമ്മൂട്ടിയുടെ സ്ഥാനം നേടാൻ വേണ്ടി ഒരു കാലത്തും കഴിയില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അത്രയും ത്രില്ലർ, ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് ഈ സിനിമ. അസാധ്യ സിനിമയാണ്. അമേസിംഗ്.